വർഷം മുൻപൊരു സെപ്റ്റംബറിൽ കേരളം കൺതുറന്നത് നെഞ്ചു തകർന്നൊരു വാർത്ത കേട്ടാണ്. സംഗീതജ്ഞനും വയലിനിസ്റ്റുമായ ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടുവെന്നതായിരുന്നു ആ വാർത്ത. വീടെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയുണ്ടായ അപകടത്തിൽ ലക്ഷ്മിക്ക് താൻ ജീവന്റെ ജീവനായി സ്നേഹിച്ച ഭർത്താവ് ബാലുവിനെയും ആറ്റുനോറ്റ് ലഭിച്ച മകളെയും നഷ്ടമായി. CBI 2 വട്ടം തെളിയിച്ചും അപകടമരണമെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും സമൂഹ മാധ്യമ വിചാരണകളിൽ ബാലഭാസ്കറിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇപ്പോഴും മോശമാക്കിക്കൊണ്ടിരിക്കുന്നു. വാഹനാപകടത്തിൽ ഭർത്താവ് ബാലഭാസ്കറിനെയും മകളെയും നഷ്ടപ്പെട്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി സ്വകാര്യ ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മനസ്സ് തുറന്നത്. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ സ്വർണം പൊട്ടിക്കൽ കേസിൽ പ്രതിയായത് മുതൽ നിറയുന്ന ദുരൂഹതകളെ കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലേതടക്കമുള്ള വിചാരണകളെ കുറിച്ചും അവർ തുറന്നു പറഞ്ഞു. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും അത് ഉണ്ടാക്കുമെന്നും പക്ഷേ തനിക്ക് താൻ കണ്ടത് മാത്രമേ പറയാനാകുമെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനില്ലെന്നും ലക്ഷ്മി വ്യക്തമാക്കി. ബാലഭാസ്കറും മകളും മരിച്ച അപകടത്തിൽ കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുൻ തന്നെയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. എന്നാൽ അപകടം ആസൂത്രിതമായിരുന്നെന്ന് കരുതുന്നില്ലെന്നും സ്വകാര്യ ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ലക്ഷ്മി വ്യക്തമാക്കി. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത് മുതൽ ഇന്നും താൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. സംസാരശേഷി ലഭിച്ചത് മുതൽ ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും CBIക്കും കോടതിക്ക് മുന്നിലും മൊഴി നൽകിയിട്ടുണ്ട്. അർജുൻ ബാലഭാസ്കറിന്റെ സ്ഥിരം ഡ്രൈവറായിരുന്നില്ല. വിളിക്കുമ്പോൾ മാത്രമാണ് കാർ ഓടിക്കാൻ വന്നിരുന്നത്. പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബത്തിന്റെ ബന്ധുവാണ് അർജുൻ. അവിടെ വെച്ചാണ് അർജുനെ പരിചയപ്പെട്ടത്. ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നാണ് അർജുൻ ബാലുവിനോട് അന്ന് പറഞ്ഞത്. സഹായിക്കാമെന്ന് കരുതിയാണ് തിരുവനന്തപുരത്തേക്ക് കൂടെ കൂട്ടിയത്. അർജുനെതിരെ കേസുണ്ടായിരുന്നത് ബാലുവിന് അറിയാമായിരുന്നു. അപകട സമയത്ത് വാഹനം ഓടിച്ചത് അർജുനായിരുന്നു. കാറിന്റെ മുൻസീറ്റിൽ മകൾക്കൊപ്പമായിരുന്നു ലക്ഷ്മി ഇരുന്നിരുന്നത്. ബാലു കാറിന്റെ പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. നിനക്ക് എന്തെങ്കിലും വേണമോ എന്ന് പിൻവശത്തിരുന്ന് ബാലു ചോദിച്ചിരുന്നു. വേണ്ടെന്ന് പറഞ്ഞതോടെ അർജുൻ കാർ എടുത്തു. കാർ അമിത വേഗത്തിലായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നു. ഇടയ്ക്കെപ്പോഴും കാറിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി. കണ്ണു തുറന്നു നോക്കുമ്പോൾ പരിഭ്രമത്തോടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനെയാണ് ലക്ഷ്മി കണ്ടത്. തന്റെ ബോധം മറയുമ്പോൾ പോലും ഡ്രൈവർ സീറ്റിൽ അർജുനെയായിരുന്നു കണ്ടതെന്ന് ലക്ഷ്മി ഒന്നുകൂടി ഓർത്തെടുത്തു പറഞ്ഞു. യാത്രക്കിടയിൽ ഒരു ഘട്ടത്തിലും ഞങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ല. കണ്ടതും അറിഞ്ഞതും മാത്രമേ തനിക്ക് പറയാനാകൂ. ക്ഷേത്ര ദർശനം നേരത്തെ കഴിഞ്ഞതിനാലാണ് അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ തീരുമാനിച്ചതും. അല്ലാതെ ആരുടെയും സമ്മർദ്ദപ്രകാരമായിരുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞു. എന്നാൽ അപകടശേഷം ബാലുവിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പി കൈവശപ്പെടുത്തിയിരുന്നു. പിന്നീട് നൽകാമെന്നാണ് അമ്മയോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഫോൺ നൽകിയില്ല. ഇവരൊക്കെ ക്രിമിനലുകളാണെന്ന് പിന്നീടാണ് ലക്ഷ്മിക്ക് മനസ്സിലായത്. ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയാത്തതിനാൽ ഇത് സംബന്ധിച്ച് CBI അന്വേഷണങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണത്തെ സംബന്ധിച്ച് പരാതിയില്ലെന്നും ലക്ഷ്മി പറയുന്നു. പ്രണയവിവാഹമായതിനാൽ തന്നെ ബാലുവിന്റെ കുടുംബം അവരെ അംഗീകരിച്ചിരുന്നില്ല. അപകടത്തിന് ശേഷം ബാലുവിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ മാനസികമായി ലക്ഷ്മിയെ തളർത്തിയിരുന്നു. പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും തനിക്കെതിരെ കേട്ടപ്പോൾ സങ്കടമുണ്ടായിട്ടുണ്ട്. ആരോപണങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ നഷ്ടം തനിക്കാണ് സംഭവിച്ചത്. ഭർത്താവിനോടും കുഞ്ഞിനോടുമുള്ള തന്റെ സ്നേഹവും അടുപ്പവും ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ലെന്നാണ് ലക്ഷ്മി അവസാനമായി പറഞ്ഞത്.